വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചെമ്പരത്തി താളി ഉണ്ടാക്കാൻ പോകുവാണ്. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന താളിയാണ്. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നട്ടുച്ച വെയിലാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു വാഴയുടെ അടിയിൽ ഇങ്ങനെ മാറി നിൽക്കുമായിരുന്നു. ഈ വെയിലേക്ക് ഒന്ന് മങ്ങിയിട്ട് പോയിട്ട് കുറച്ച് ഇലയൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ഈ വെയിലാണെങ്കിൽ മങ്ങളില്ല, പിന്നെ രണ്ടും കലിപ്പിച്ച് ഞാനിങ്ങ് ഇറങ്ങി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് ഇല അങ്ങോട്ട് പറിച്ചെടുക്കാവേ. നല്ല വെയിലാണ്, നല്ല ചൂട് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഇല ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൂവും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത്ര എണ്ണം അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കണ്ണിൽ കാണുന്നതാണോ അതങ്ങ് പറിച്ചെടുക്കുക, അല്ലാതെ ഇത്ര എണ്ണം വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ പൂ കാണാൻ നോക്കിക്ക് എന്ത് രസമാണെന്ന്. പിന്നെ ഞാൻ കുറേ നേരം അതിനെ സൂം ചെയ്തുകൊണ്ട് നിന്നു. അപ്പോൾ ഇതാ നമുക്ക് പറിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന പൂവും ഇലയും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും പച്ച വെള്ളത്തിലാണല്ലോ ഉരയ്ക്കുന്നത്. ഞാൻ സാധാരണ കല്ലിലാണ് ഇങ്ങനെ ഉരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കല്ലിൻ്റെ അവിടെ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് കല്ലിന് അങ്ങോട്ട് റെസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് നമ്മുടെ കഴുകി വാരിയ പൂവും ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളം വേണം ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ കറ്റാർവാഴ എലി കഴിച്ചിട്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ കറ്റാർവാഴ ഇടാത്തത്. എന്നിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി തലേ തേക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഞാനിപ്പം തലയിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ തലയിൽ എണ്ണ തേച്ചാണ്, ഇന്ന് തേച്ചിട്ടേ ഇല്ല. അപ്പം നമുക്കിനി ഇത് തലയിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാനിപ്പം മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേറെ ആർക്കുമല്ല, എൻ്റെ മമ്മിക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഇതാണ് തേക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി നന്നായിട്ട് തലയിലേക്ക് തേച്ച് കൊടുക്കാം. തല ഓട്ടിലും തേക്കണം, തല മുടി തേക്കണം, മുടിയുടെ അറ്റത്തും തേക്കണം കേട്ടോ. നല്ല കട്ടിക്കിരിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നല്ല വെയിൽ കൊണ്ടിട്ട് തല ഫുൾ അങ്ങോട്ട് പഴുത്തിരിക്കുകയായിരുന്നു. ഇതിലേക്ക് ഇത് തേക്കുമ്പോഴത്തേക്കും നല്ലൊരു കുളിർമയാണ്. ഇനി നമുക്ക് തലയിലേക്ക് തേച്ചിട്ട് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് തലമുടി നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇപ്പോൾ പനിയൊക്കെ പിടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു 5 മിനിറ്റ് ഒക്കെ തേച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ആഴ്ചയിൽ എന്നും തേക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ തേക്കും കേട്ടോ. അപ്പോൾ ഇത്ര ദിവസം അങ്ങനെയൊന്നുമില്ല, നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്ന ആ ഒരു സമയത്ത് നമുക്കിത് തേക്കാവുന്നതാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 തവണയൊക്കെ യൂസ് ചെയ്യാമെങ്കിൽ തന്നെ നമ്മുടെ തലയിൽ താരനൊക്കെ പോയി പിന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പെട്ടെന്ന് മുടി നീളം വെക്കും കേട്ടോ. അപ്പോൾ ചെമ്പരത്തി താളി അറിയാമല്ലോ, സാധാരണ തേക്കുന്നതിലും നല്ലത് നമ്മളിങ്ങനെ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് തേക്കുന്നതാണ്. ആ കൂടെ കറ്റാർവാഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പൊതുവേ ഞാൻ കറ്റാർവാഴ ഇട്ടുകൊണ്ടിരുന്നതാണ്, ഇന്ന് എനിക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇതാ ഞാനിതൊക്കെ ഒന്ന് തേച്ചിട്ട് തലയ്ക്ക് കഴുകിയിട്ട് വരാവേ. ഇതാണ് ഞാൻ തലമുടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നത് കേട്ടോ. കണ്ട മുടിക്ക് നല്ല കറുപ്പ് കിട്ടുവേ. പെട്ടെന്ന് തന്നെ നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ച യൂസ് ചെയ്യാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ തലയിലെ താരം നല്ല രീതിക്ക് പോകുന്നത് കേട്ടോ. അപ്പം നാച്ചുറൽ റെമഡി ആണതുകൊണ്ട് തന്നെ കുറേ അധികം സമയം നമ്മളിതിങ്ങനെ തേക്കണം, എങ്കിലാണ് ഫുള്ളായിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇനി ഈ താളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ, വീഡിയോക്ക് ലൈക്ക് പിടിച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.